ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉപഭോക്തൃ അവകാശ നിയമം 2019 കുറിച്ചാണ്. അതായത് മുൻപിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സുപ്രധാന നിയമങ്ങളിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ മുദ്രകളും അതിലെ സംഘടനകളോ അല്ലെങ്കിൽ സമിതികളും കമ്മിറ്റികളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഉപഭോക്തൃ അവകാശ നിയമം 2019. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉപഭോക്തൃ അവകാശ നിയമം 2019 വരുന്നത് ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉപഭോക്താക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായി സമയബന്ധിതവും ഫലപ്രദവുമായ ഭരണനിർവഹണത്തിനായി അധികാരികളെ നിയമിക്കുന്നതിനുള്ള ഒരു നിയമമാണ് ഉപഭോക്തൃ അവകാശ നിയമം 2019. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉപഭോക്താക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായി സമയബന്ധിതവും ഫലപ്രദവുമായ ഭരണനിർവഹണത്തിനായി അധികാരികളെ നിയമിക്കുന്നതിനുള്ള ഒരു നിയമം എന്നറിയപ്പെടുന്നത് ഉപഭോക്തൃ അവകാശ നിയമം 2019 ആണ്. അടുത്തത് 1986 ഉപഭോക്തൃ അവകാശ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന പുതിയ നിയമമാണ് ഉപഭോക്തൃ അവകാശ നിയമം 2019. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ അവകാശ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന പുതിയ നിയമമാണ് ഉപഭോക്തൃ അവകാശ നിയമം 2019. 4 അധ്യായങ്ങളിലായി 31 വകുപ്പുകൾ മാത്രമായിരുന്ന നിലവിലെ നിയമം 8 അധ്യായങ്ങളായി 107 വകുപ്പുകളായി വിപുലീകരിക്കുകയായിരുന്നു. 1986 ഉപഭോക്തൃ അവകാശ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന പുതിയ നിയമമാണ് ഉപഭോക്തൃ അവകാശ നിയമം. 4 അധ്യായങ്ങളിലായി 31 വകുപ്പുകളായിരുന്ന നിയമത്തെ 8 അധ്യായങ്ങളായും 107 വകുപ്പുകളായും വിപുലീകരിച്ചു. അടുത്തത് 3, 5, 6 അധ്യായങ്ങളിലാണ് നിയമത്തിലെ അടിസ്ഥാനപരമായ മാറ്റം സംഭവിച്ചത്. 1986 നിയമത്തിൽ നിന്ന് 2019 നിയമത്തിൽ മാറ്റം വരുത്തിയത് 3, 5, 6 അധ്യായങ്ങളിലെ നിയമത്തിലാണ് മാറ്റം വരുത്തിയത്. ജില്ലാ ഉപഭോക്തൃ ഫോറം എന്ന് അറിയപ്പെട്ടിരുന്നത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ജില്ലാതലത്തിലുള്ള ഉപഭോക്തൃ കോടതിയാണ് ജില്ലാ ഉപഭോക്തൃ ഫോറം എന്ന് അറിയപ്പെട്ടിരുന്നത്. ജില്ലാ ഉപഭോക്തൃ ഫോറം എന്ന് അറിയപ്പെട്ടിരുന്നതിന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന പേരിൽ നാമകരണം ചെയ്തു. ജില്ലാ ഉപഭോക്തൃ ഫോറം എന്ന് അറിയപ്പെട്ടിരുന്നതിന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ദേശീയ കമ്മീഷൻ, സംസ്ഥാന കമ്മീഷൻ എന്ന പേരുകളിൽ മാറ്റമുണ്ടാകില്ല. അതായത് മുമ്പ് ദേശീയ കമ്മീഷനും സംസ്ഥാന കമ്മീഷനും ആ പേരുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. അടുത്തത് ഉപഭോക്താവ് താമസിക്കുന്നിടത്തോ ജോലി ചെയ്യുന്നിടത്തോ പരാതി നൽകാമെന്ന് പ്രധാന ഭേദഗതിയാണ്. അതായത് ഉപഭോക്തൃ അവകാശ നിയമം 2019 പ്രധാന ഒരു ഭേദഗതിയാണ് ഉപഭോക്താവ് താമസിക്കുന്നിടത്തോ ജോലി ചെയ്യുന്നിടത്തോ പരാതി നൽകാമെന്നുള്ളത്. അടുത്തത് 2021 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ തീം എന്നറിയപ്പെടുന്നത് ടാക്കിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അതായത് പ്ലാസ്റ്റിക് ഉപകരണങ്ങളുടെ മലിനീകരണം കുറയ്ക്കുക എന്നതാണ്. 2021 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ തീം ടാക്കിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അതായത് പ്ലാസ്റ്റിക് ഉപകരണങ്ങളുടെ മലിനീകരണം കുറയ്ക്കുക എന്നത്. അടുത്തത് 2022 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ തീം എന്നറിയപ്പെടുന്നത് ഫെയർ ഡിജിറ്റൽ ഫിനാൻസ് എന്നാണ്. ഫെയർ ഡിജിറ്റൽ ഫിനാൻസ്, അതായത് നീതിപൂർവമായ ഡിജിറ്റൽ ധനകാര്യം. 2022 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ തീമാണ് ഫെയർ ഡിജിറ്റൽ ഫിനാൻസ് അല്ലെങ്കിൽ നീതിപൂർവമായ ഡിജിറ്റൽ ധനകാര്യം. അടുത്തത് 2023 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ തീം എന്നറിയപ്പെടുന്നത് ശുദ്ധമായ ഊർജ പരിവർത്തനങ്ങളിലൂടെ ഉപഭോക്താക്കളെ ശാക്തീകരിക്കുക എന്നതാണ്. 2023 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ തീം ശുദ്ധമായ ഊർജ പരിവർത്തനങ്ങളിലൂടെ ഉപഭോക്താക്കളെ ശാക്തീകരിക്കുക എന്നതാണ്. 2024 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ തീം എന്നറിയപ്പെടുന്നത് ഉപഭോക്താക്കൾക്കായി ന്യായവും ഉത്തരവാദിത്തമുള്ളതുമായ AI എന്നാണ്. ഉപഭോക്താക്കൾക്കായി ന്യായവും ഉത്തരവാദിത്തമുള്ളതുമായ AI എന്നാണ് 2024 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ തീം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഉപഭോക്തൃ അവകാശ നിയമം ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 30 ഉപഭോക്തൃ അവകാശ നിയമം ലോകസഭ പാസാക്കിയത് ഡേറ്റ് ഓർത്ത് വെക്കണം, 2019 ജൂലൈ 30. അതുപോലെ തന്നെ ഉപഭോക്തൃ അവകാശ നിയമം രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6. ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 30, രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6. അടുത്തത് ഉപഭോക്തൃ അവകാശ നിയമം 2019 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9.
ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30-ന്, രാജ്യസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6-ന്, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-നാണ്. ഇനി ഉപഭോക്തൃ അവകാശ നിയമം 2019 നിലവിൽ വന്നത് 2020 ജൂലൈ 20-നാണ്. ഉപഭോക്തൃ അവകാശ നിയമം 2019 നിലവിൽ വന്നത് 2020 ജൂലൈ 20-നാണ്. അപ്പോൾ അതിൽ ലോകസഭ പാസ്സാക്കി ഈ ഡേറ്റുകൾ ഓർത്ത് വയ്ക്കണം. പ്രത്യേകിച്ച് ഉപഭോക്തൃ അവകാശ നിയമം ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30, ഉപഭോക്തൃ അവകാശ നിയമം രാജ്യസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6, ഉപഭോക്തൃ അവകാശ നിയമം 2019 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-നാണ്. ഉപഭോക്തൃ അവകാശ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20-നാണ്. ഇനി അടുത്തത്, മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ നേരിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യം ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഉപഭോഗം എന്നറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ നേരിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യം ഉപയോഗിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഉപഭോഗം എന്നാണ്. അതുപോലെ തന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിൻ്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതാണ് സംതൃപ്തി എന്നറിയപ്പെടുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിൻ്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നത് അറിയപ്പെടുന്നത് സംതൃപ്തി എന്നാണ്. ആവശ്യങ്ങളെ നേരിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യം ഉപയോഗിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നു ഉപഭോഗം എന്നാണ്. ആ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിൻ്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതാണ് സംതൃപ്തി എന്ന് അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഒരു പരാതിക്കാരൻ താഴെ പറയുന്നവർ ആകാമെന്നാണ് പറയുന്നത്. ആദ്യത്തെ പോയിന്റ്, ഏതെങ്കിലും ഒരു ഉപഭോക്താവായിരിക്കണം. രണ്ടാമത്തത്, നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷൻ ആയിരിക്കണം. ഏതെങ്കിലും ഒരു ഉപഭോക്താവായിരിക്കണം. അപ്പോൾ ഒരു സാധനം വാങ്ങിച്ചതിൻ്റെ ഉപഭോക്താവായിരിക്കണം. രണ്ടാമത്, നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷൻ ആയിരിക്കണം. മൂന്നാമത്, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആയിരിക്കും. ഓക്കെ, 3 പേരാണ് പറഞ്ഞിട്ടുള്ളത്. നിയമപ്രകാരം പരാതിക്കാരൻ ആരാകാം എന്നുള്ളതാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഉപഭോക്താവാകാം, നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷൻ ആകാം, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ആകാം. നാലാമത്, ഒന്നോ ഒന്നിലധികമോ ഉപഭോക്താക്കൾ ചേർന്നതാകാം. അഞ്ചാമത്, ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിയോ ആകാം. ആറാമത്, ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ അവൻ്റെ മാതാപിതാക്കളോ നിയമപരമായ രക്ഷിതാവോ ആകാം. 6 പേരാണ് നമ്മൾ ഉപഭോക്താക്കളായി പറഞ്ഞത്. ഏതെങ്കിലും ഉപഭോക്താവ്, നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷൻ, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ, ഒന്നോ ഒന്നിലധികമോ ഉപഭോക്താക്കൾ ചേർന്നത്, ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിയോ ആയിരിക്കാം. അതുപോലെ തന്നെ ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ ആ ആളുടെ മാതാപിതാക്കളോ നിയമപരമായ രക്ഷിതാവോ ആകാവുന്നതാണ്. അടുത്ത പോയിന്റ്, പരാതി നൽകാവുന്ന വഴികളാണ് പറയുന്നത്. ഒരു രേഖാമൂലം നൽകാം. ഒന്നാമത്തത്, രേഖാമൂലം നൽകാം. രണ്ടാമത്, ഒരു സാധാരണ രീതിയിൽ ഫയൽ ചെയ്യാവുന്നതാണ്. മൂന്നാമത്, ഓൺലൈനായി ഫയൽ ചെയ്യാവുന്നതാണ്. പരാതി നൽകുന്ന, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പരാതി നൽകുന്ന 3 രീതികളാണ് പറഞ്ഞത്. രേഖാമൂലം നൽകാം, ഒരു സാധാരണ രീതിയിൽ ഫയൽ ചെയ്യാവുന്നതാണ്, ഓൺലൈനായും ഫയൽ ചെയ്യാവുന്നതാണ്. അടുത്തതായി വരുന്നത് പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധിയാണ്. ഒന്നാമതായി വരുന്നത്, നടപടിയുടെ കാരണം ഉണ്ടായ തീയതി മുതൽ 2 വർഷത്തിനുള്ളിൽ പരാതി ഫയൽ ചെയ്യുന്നതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ അതിൽ മിസ്യൂസ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ നടപടി നടന്ന അതിന് ശേഷം, കാരണം ഉണ്ടായതിന് ശേഷം, അതായത് 2 വർഷം വരെയാണ് അതിൻ്റെ കാലയളവ് പറയുന്നത്, ഫയൽ ചെയ്യാനുള്ള കാലയളവ് പറയുന്നത്. അടുത്തത്, സേവനത്തിലെ കുറവോ ചരക്കുകളിലെ അപാകതയോ കണ്ടെത്തിയ ദിവസം മുതൽ 2 വർഷം. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. നടപടിയുടെ കാരണമുണ്ടായ തീയതി മുതൽ 2 വർഷത്തിനുള്ളിൽ പരാതി ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ സേവനത്തിലെ കുറവോ ചരക്കുകളിലെ അപാകതയോ കണ്ടെത്തിയ ദിവസം മുതൽ 2 വർഷത്തിനുള്ളിലാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്, പരാതി ഫയൽ ചെയ്യേണ്ടത്. അടുത്തതായി നോക്കുന്നത് പരാതിയുടെ ഫീസുകളാണ്. നമുക്ക് 3 കോടതികളുണ്ടെന്ന് പറഞ്ഞല്ലേ, ജില്ലാ ഉപഭോക്തൃ ഫോറം, അതുപോലെ തന്നെ സംസ്ഥാന ഉപഭോക്തൃ കോടതി, ദേശീയ ഉപഭോക്തൃ കോടതി എന്നൊക്കെ പറഞ്ഞു അല്ലേ. അത് ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എത്ര എമൗണ്ടിൻ്റെ ഉള്ളിലാണെന്നൊക്കെ വരുന്നത് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൽ പരാതി നൽകാവുന്ന ഫീസുകളെക്കുറിച്ചാണ് ഇനി നോക്കുന്നത്. 5 ലക്ഷം രൂപ വരെയുള്ള പരാതികൾക്ക് ഫീസില്ല. ഓക്കെ, 5 ലക്ഷം രൂപ വരെയാണ് നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കേണ്ടതെങ്കിൽ അതിന് ഫീസില്ല. ഇനി 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ 200 രൂപയാണ്
പരാതി ഫീസായി വരുന്നത്. അതുപോലെ തന്നെ 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണെങ്കിൽ 400 രൂപയാണ് ഫീസ് വരുന്നത്. 20 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണെങ്കിൽ 1000 രൂപയാണ് ഫീസായി വരുന്നത്. 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണെങ്കിൽ 2000 രൂപയാണ് ഫീസായി വരുന്നത്. ഇതെല്ലാം ഏതിലാണ് വരുന്നത്? ഈ 5 ലക്ഷം മുതൽ അതായത് 1 കോടി വരെയുള്ള രൂപ വരുന്നത് ഏതിലാണെന്ന് പറഞ്ഞു? ജില്ലാ ഉപഭോക്തൃ ഫോറത്തിലാണ് വരുന്നത്. ഓക്കെ, ആ കോടതിയിലാണ് നമ്മൾ ഈ 1 കോടി രൂപ വരെയുള്ള എമൗണ്ടുകൾക്ക് ഫീസായി വരും, അതായത് പരാതി കൊടുക്കേണ്ടത്. ഓക്കെ, 5 ലക്ഷം രൂപ വരെയുള്ളതിന് ഫീസില്ല. 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെയാണെങ്കിൽ 200 രൂപയാണ്. 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണെങ്കിൽ 400 രൂപയാണ്. 20 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണെങ്കിൽ 1000 രൂപയാണ്. 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണെങ്കിൽ 2000 രൂപയാണ് പരാതിയുടെ ഫീസായി വരുന്നത്. അടുത്തത് 1 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെയാണ് 2500 രൂപയാണ്. 2 കോടി മുതൽ 4 കോടി വരെയാണെങ്കിൽ 3000 രൂപ. 4 കോടി മുതൽ 6 കോടി രൂപ വരെയാണെങ്കിൽ 4000 രൂപയാണ്. 6 കോടി മുതൽ 8 കോടി രൂപ വരെയാണെങ്കിൽ 5000 രൂപയാണ്. 8 കോടി മുതൽ 10 കോടി വരെയാണെങ്കിൽ 6000 രൂപയാണ്. 10 കോടിക്ക് മുകളിലായി വരുന്നതാണെങ്കിൽ 7500 രൂപയാണ് പരാതി ഫീസായി വരുന്നത്. 1 കോടി മുതൽ 2 കോടി വരെ 2500, 2 കോടി മുതൽ 4 കോടി വരെ 3000 രൂപ, 4 കോടി മുതൽ 6 കോടി വരെ 4000 രൂപ, 6 കോടി മുതൽ 8 കോടി വരെ 5000 രൂപ, 8 കോടി മുതൽ 10 കോടി വരെ 6000 രൂപ, 10 കോടിക്ക് മുകളിലാണെങ്കിൽ 7500 രൂപയാണ് ഫീസായി വരുന്നത്. 1 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെയുള്ളത് കോടതി ഏതാണ്? സംസ്ഥാന ഉപഭോക്തൃ കോടതിയാണ്. ഓക്കെ, സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയിലാണ് വരുന്നത്. 10 കോടിക്ക് മുകളിലാണെങ്കിൽ ഏതിലാണ് വരുന്നത്? ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയിലാണ്. അതിന് ഏറ്റവും താഴെയാണെങ്കിൽ 1 കോടി രൂപ വരെയുള്ളതാണെങ്കിൽ ഏതിലാണ് പറഞ്ഞു? ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയിലാണ് വരുന്നത്. അടുത്ത പോയിന്റ്, വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ, ഇലക്ട്രോണിക് മാർഗങ്ങൾ, ടെലി ഷോപ്പിംഗ്, നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ ഇടപാടുകൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയിലൂടെ ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അറിയപ്പെടുന്നത് ഉപഭോക്താവ് എന്നാണ്. ഉപഭോക്താവ് എന്ന് പറയുന്നത് വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾക്കോ അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാർഗങ്ങൾ, ടെലി ഷോപ്പിംഗ്, നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ ഇടപാടുകൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയിലൂടെ ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അറിയപ്പെടുന്നത് ഉപഭോക്താവ് എന്നാണ്. ഇനി അടുത്തതായി വരുന്നത് ഉപഭോക്താവ് അല്ലാത്തത് ആരൊക്കെ എന്നാണ്. ഉപഭോക്താവിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഉപഭോക്താവ് അല്ലാത്തത് ആരൊക്കെയാണ് വരുന്നത്? ഒന്നാമതായി വരുന്നത് സൗജന്യമായി സാധനങ്ങൾ ലഭിക്കുന്ന ഒരു വ്യക്തി. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആരാകില്ല? ഉപഭോക്താവ് അല്ല എന്ന് പറയാം. ഓക്കെ, രണ്ടാമതായി വരുന്നത് സൗജന്യമായി സേവനങ്ങൾ ലഭിക്കുന്നവർ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രീ സർവീസ് പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ എന്താണ്? സൗജന്യമായി സേവനങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും ഒരു ഉപഭോക്താവായിട്ട് വരില്ല. ഇനി മൂന്നാമതായിട്ട് വരുന്നത് പുനർവിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കോ വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നവർ ഏതിൽ വരില്ല? ഉപഭോക്താവിൽ വരില്ല. ഓക്കെ, 3 കാര്യങ്ങളാണ് പറഞ്ഞത്. സൗജന്യമായി സാധനങ്ങൾ ലഭിക്കുന്ന ഒരു വ്യക്തി, സൗജന്യമായി സേവനങ്ങൾ ലഭിക്കുന്നവർ, അതുപോലെ തന്നെ പുനർവിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കോ വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നവരും ഉപഭോക്താവ് എന്ന ഗണത്തിൽ പെടുന്നതല്ല. അടുത്തതായി ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കായി സേവനങ്ങൾ ലഭ്യമാക്കുന്നവരും അതുപോലെ തന്നെ സേവന കരാർ പ്രകാരം സേവനങ്ങൾ ലഭിക്കുന്നവരും ഉപഭോക്താവ് എന്ന ഗണത്തിൽ വരുന്നതല്ല. ഓക്കെ, 5 കാര്യങ്ങളാണ് പറഞ്ഞത്. സൗജന്യമായി സാധനങ്ങൾ ലഭിക്കുന്ന ഒരു വ്യക്തി, സൗജന്യമായി സേവനങ്ങൾ ലഭിക്കുന്നവർ, പുനർവിൽപ്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കോ വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നവർ, അതുപോലെ തന്നെ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കായി സേവനങ്ങൾ ലഭ്യമാക്കുന്നവർ, സേവന കരാർ പ്രകാരം സേവനം ലഭിക്കുന്നവർ. അടുത്തതായി വരുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണ്. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം എന്നാൽ ഏതെങ്കിലും ഉൽപ്പന്നവുമായോ സേവനവുമായോ ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യമാണ് ഒരു പരസ്യം എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. ഓക്കെ, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം എന്നാൽ ഏതെങ്കിലും ഉൽപ്പന്നമായോ സേവനവുമായോ ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരസ്യം. അതിൽ വരുന്നത് ഒരു ഉൽപ്പന്നമോ സേവനമോ തെറ്റായി വിവരിക്കുന്നു. ഈ പരസ്യത്തിൽ വരുന്നതാണ് ഒരു ഉൽപ്പന്നമോ സേവനമോ തെറ്റായി വിവരിക്കുക എന്നത്. രണ്ടാമത്തെ പോയിന്റ്, അത്തരം ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ സ്വഭാവം. അതായത് ഉൽപ്പന്നമോ സേവനമോ തെറ്റായി വിവരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അത്തരം ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ സ്വഭാവം, പദാർത്ഥം, അളവ് അല്ലെങ്കിൽ ഗുണനിലവാരം എന്നിവ സംബന്ധിച്ച് ഉപഭോക്താക്കളെ തെറ്റായ ഗ്യാരണ്ടി നൽകുന്നതിനാണ് രണ്ടാമത്തെ പോയിൻ്റായി വരുന്നത്. അതായത് ഉൽപ്പന്നമോ സേവനമോ തെറ്റായി വിവരിക്കുന്ന അത്തരം ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ സ്വഭാവം, പദാർത്ഥം, അളവ് അല്ലെങ്കിൽ ഗുണനിലവാരം എന്നിവ സംബന്ധിച്ച് ഉപഭോക്താക്കളെ തെറ്റായ ഗ്യാരണ്ടി നൽകുന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, പ്രധാനപ്പെട്ട വിവരങ്ങൾ ബോധപൂർവം മറച്ചുവെക്കുക എന്നുള്ളത്. അതായത്
നമ്മൾ ചില ഇതിൽ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ട് ചെറുതായി കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പം ഒരു ഉദാഹരണം സിഗരറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നിട്ടല്ലേ, എന്താ പറയുക, ടൊബാക്കോ കോസസ് ക്യാൻസർ എന്നുള്ളത്. അപ്പോൾ അത് ചെറുതായി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്, പ്രധാനപ്പെട്ട വിവരങ്ങൾ ബോധപൂർവം മറച്ചു വയ്ക്കുക എന്നുള്ളതിൽ വരുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്, പ്രധാനപ്പെട്ട വിവരങ്ങൾ ബോധപൂർവം മറച്ചു വയ്ക്കുക എന്നാണ്. അടുത്തതായി വരുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന് ആരെയെല്ലാം ബാധ്യസ്ഥരാക്കാം എന്നുള്ളതാണ്. ഒന്നാമത് നിർമ്മാതാക്കൾ, പരസ്യ ഏജൻസികൾ, സെലിബ്രിറ്റികൾ അംഗീകരിക്കുന്നവർ, അതുപോലെ തന്നെ പ്രസാധകർ. 4 പേരാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന് ആരെയെല്ലാം നമുക്ക് ബാധ്യസ്ഥരാക്കാം എന്നുള്ളതാണ്. നിർമ്മാതാക്കൾ, പരസ്യ ഏജൻസികൾ, സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ അംഗീകരിക്കുന്നവർ, അതുപോലെ തന്നെ പ്രസാധകർ എന്നിവരാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ അവകാശ നിയമം 2019, അതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകളും ഉപഭോക്താവ് അങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.